പ്രകാശം മാസ്റ്റർ, ഈ മാസപ്പടി കേസിന്റെ കാര്യത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ കിഫ്ബി മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട തോമസ് ഐസക്കിനെതിരായിട്ടുള്ള നീക്കങ്ങളിൽ മാത്രമല്ല, അതേ കേസിൽ, അതായത് കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ പോലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറെടുക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. കാരണം ഈ ബോണ്ടുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ബോർഡിൻ്റെ വൈസ് ചെയർപേഴ്സണായ തോമസ് ഐസക്ക് മാത്രമല്ല, അതിൻ്റെ ചെയർപേഴ്സണായ മുഖ്യമന്ത്രിക്ക് കൂടി അതിൽ പങ്കുണ്ട് എന്ന ഒരു കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയെ തന്നെ ചോദ്യം ചെയ്യാൻ ഇ ഡി തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ, അതായത് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട കേസിൽ ഇ ഡി തുടരന്വേഷണത്തിലേക്ക് പോകുന്നു. ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട കേസിൽ തോമസ് ഐസക്കിന് അവസാനത്തെ സമൻസ് എന്ന് ഇ ഡി തന്നെ പറയുന്ന സമൻസ് അയച്ചിരിക്കുന്നു. ഇവിടെ മുഖ്യമന്ത്രിയെ അതിലേക്ക് ചോദ്യം ചെയ്യലിന് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നു. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വേളയിലെ ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രയോഗങ്ങളാണെങ്കിൽ സി പി എം ആരോപിക്കുന്നത് പോലെ അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ അവർ ശ്രമിക്കില്ലേ? അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പ്രതിരോധിക്കുക? ഗോപീഷ, ഈ 24നെ പോലെയുള്ളൊരു ചാനൽ ഇത്തരമൊരു ചർച്ച നടത്തുമ്പോൾ കാണിക്കുന്ന അന്യായത്തെ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല. ഇന്നത്തെ നിങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിലെ ഇര ഞങ്ങളാണല്ലോ. ആ ഇരക്ക് 50 മിനിറ്റ് പൂർത്തിയാവാണ് നിങ്ങളുടെ ചർച്ച. ആ ഇരക്ക് നിങ്ങൾ അനുഭവിച്ച 5 മിനിറ്റാണ്. 45 മിനിറ്റായി ഈ പറയുന്ന ഇ ഡിയുടെ തീരുമാനത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് 3 ആളുകളെ വെച്ച് നിങ്ങൾ ചർച്ച ചെയ്യാൻ. 24നെ പോലുള്ളൊരു മാധ്യമം ഇതുപോലെയുള്ള ഒരു അന്യായം കാണിക്കുന്നത് ശരിയല്ല എന്ന് പറയാതെ പോകുന്നത് തെറ്റാണ് എന്നുള്ളതോട് ഞാനത് പറയാൻ. ഇതൊരു നീതിയല്ല. ഇത്തരം മാധ്യമങ്ങൾക്ക് ആളുകളോട് നീതി പാലിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അത് തികച്ചും തെറ്റായിപ്പോയി എന്നുള്ള കാര്യം ഞാൻ ആദ്യം ചൂണ്ടിക്കാണിക്കുകയാണ്. രണ്ടാമത്, ഇത്തരം വിഷയത്തിൽ ബി ജെ പിക്കാർക്ക് തട്ടിപ്പ്, കൊള്ള, കളവ്, അതുപോലെ ഒരെണ്ണം രക്ഷപ്പെടലെന്ന് പറയാൻ എന്ത് അധികാരമുള്ളത്? ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി കേസിൽ ഉത്തരവാദിയാരാ? ഏതാണ്ട് 3000 കോടി ഉറുപ്പിക ഇ ഡിയെയും അതുപോലെ തന്നെ CBI വെച്ച് ഭീഷണിപ്പെടുത്തി ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ കൈക്കൂലി പറ്റിയ പാർട്ടിയല്ലേ ബി ജെ പി? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമല്ലേ നമുക്കിത് കാണാൻ കഴിഞ്ഞത്? പിന്നെ ബി ജെ പിക്ക് ഒരു അന്വേഷണം ഇല്ലാത്തതുകൊണ്ടാ? അഴിമതി കേസില്ലാത്തതുകൊണ്ടല്ല. റാഫേൽ അഴിമതിയല്ലേ? പെഗാസസ് അഴിമതിയല്ലേ? അദാനി ഓഹരി തട്ടിപ്പ് അഴിമതിയല്ലേ? വ്യാപം അഴിമതിയല്ലേ? ഉജ്ജയൻ ഭൂമി തട്ടിപ്പ് അഴിമതിയല്ലേ? എല്ലാവരും പ്രതികൾ ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെൻറ്റിലെ ആളുകളല്ലേ? നിങ്ങൾ അന്വേഷിക്കില്ല, കാരണം ഭരിക്കുന്ന നിങ്ങളാണ്. നിങ്ങളുടെ കയ്യിലാണ് ഇ ഡിയും അതുപോലെ CBIയും എല്ലാം. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും അന്വേഷിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ അഴിമതിക്കാരല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇന്ത്യ രാജ്യം കണ്ട ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിക്കാർ നിങ്ങളാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ വേണ്ടി കഴിയും. കള്ളപ്പണത്തെക്കുറിച്ചാണ് അന്വേഷിക്കുന്നെങ്കിൽ ആദ്യം കൈവിലങ്ങ് വെക്കേണ്ടത് ഇന്ത്യയിലെ ബി ജെ പിയുടെ നേതാക്കന്മാരെയാണ്, കേന്ദ്രമന്ത്രിമാരെയാണ്. എന്നിട്ട് അവർ പറയുന്നു തട്ടിപ്പ്, കളവ് ഞങ്ങൾക്ക് ശരിപ്പെടുത്തി കളയും, ഞങ്ങൾ ആളുകളെ കടുകിലൊക്കെ തോൽപ്പിക്കും. അത്രയൊന്നും പറയാൻ നിങ്ങൾക്ക് യാതൊരു പാങ്ങുമില്ല. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയാണ് എന്തൊരു പ്രണയ പാരവശ്യമാണ് ബി ജെ പിക്കാരും അതുപോലെ തന്നെ CPM കാരും തമ്മിൽ. പ്രണയ പാരവശ്യം കൊണ്ടാണല്ലോ ഞങ്ങൾ കേന്ദ്രത്തിൽ പോയിട്ട് നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെതിരെ സമരം, പ്രണയ പാരവശ്യം മൂർത്തിട്ട് ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് കേസ് സുപ്രീം കോടതിയിൽ, പ്രണയം മൂർത്തിട്ട് ഞങ്ങൾ ഗവർണർമാരുമായി ബന്ധപ്പെട്ട കേസിൽ കേന്ദ്രത്തിനെതിരായിട്ട് കേസ് സുപ്രീം കോടതിയിൽ, പ്രണയം മൂത്തിട്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ധനകാര്യമന്ത്രിക്കെതിരെ കേസ്, ഇവിടെ RBIയുടെ അനുമതി കിട്ടിയിട്ടല്ലേ മസാല ബോണ്ട് ഇറക്കിയത്? ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധനമന്ത്രിയെ വേട്ടയാടുന്നത് ഞങ്ങളോട് പ്രേമം കൊണ്ട് അല്ലേ? ബി ജെ പിക്കാർക്ക് ഞങ്ങളോട് പ്രേമം, അതുകൊണ്ട് ഞങ്ങൾക്കെതിരെ കേസ്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഞങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ട് കേസ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഞങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ട് കേസ്. ഗവർണർ കുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ചുടുചോറ് ബാധിക്കുന്നത് ഞങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ട്. നാണം വേണ്ടേ കോൺഗ്രസിനിക്കാർ പറയാൻ? തലയിൽ വെളിവുള്ളവർക്ക് വിശ്വസിക്കാൻ വേണ്ടി കഴിയുമോ ഇതെല്ലാം കോൺഗ്രസ് അതുപോലെ CPIയും CPMും BJP തമ്മിലുള്ള ബാന്ധവമാണ് എന്ന്? എന്തും പറഞ്ഞാൽ VD സതീശൻ എന്നും പറയാം, കാരണം അദ്ദേഹം പറയുന്നത് എന്താണെന്നുള്ളത് അദ്ദേഹത്തിന് അറിയുമെന്നറിയില്ല. ഇവിടെ BJP കേരള ഗവൺമെന്റിനെ വെട്ടയാടുന്നു, CPMനെ വെട്ടയാടുന്നു, കിട്ടാവുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുന്നു. മുഖ്യമന്ത്രിയെ അനാവശ്യമായിട്ട് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു, അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്നു, അദ്ദേഹത്തിന് ഓഫീസിനെ പോലും കുന്തമണി നിർത്തുന്നു, അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നു. എന്നിട്ട് VD സതീശൻ കണ്ടില്ലേ, ഇവർ തമ്മിൽ വലിയ സ്നേഹമല്ലേ, ആ സ്നേഹം കൊണ്ടല്ലേ അന്വേഷണം? നാണം വേണം പറയാൻ. എന്നിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ 24. എന്നിട്ട് നിങ്ങൾ ആകെ 50 മിനിറ്റ് സമയത്തിൽ 45 മിനിറ്റ് ഈ പറയുന്ന കാര്യങ്ങൾ പറയാൻ, അതിനെതിർക്കുന്ന ഞങ്ങൾക്ക് 5 മിനിറ്റ്. ന്യായം വേണം. ഇവിടെ എന്താ നടക്കുന്നത്? ഇപ്പോൾ BJPക്ക് ED ഞാൻ ചോദിക്കട്ടെ, 20-ലേറെ കോൺഗ്രസ് നേതാക്കന്മാരെ അല്ലെങ്കിൽ BJP നേതാക്കന്മാരെ, കോൺഗ്രസിന്റെ ആളുകളെ ഇവിടെ ED അന്വേഷിച്ചിട്ട് അവർ BJPയിൽ വന്ന് വിട്ടല്ലോ. പേര് പറയണോ ഞാൻ? 20-ലേറെ കോൺഗ്രസ് നേതാക്കന്മാർ ED അന്വേഷണം നടത്തി, അവർ BJPയിലേക്ക് പോയപ്പോൾ പിന്നെ കേസില്ല, അന്വേഷണമില്ല. എന്തൊരു അഴിമതിക്കെതിരെയുള്ള വിദ്വേഷമാണ്! എത്ര ആളുകളെയാണ് നിങ്ങൾ ചാക്കിൽ കയറ്റിയിരിക്കുന്നത്? നിങ്ങൾക്ക് അനുകൂലമായിട്ട് MP മാരും MLA മാരും കാലുമാറുന്നത് സ്നേഹം കൊണ്ടാണോ? പേടിപ്പിച്ചിട്ടല്ലേ?
കേസെടുക്കുമെന്ന് പേടിപ്പിച്ച് ഈട് ചെല്ലുന്നു. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇലക്ട്രൽ ബോണ്ട് തന്നിരിക്കുന്ന ഓരോ ഏജൻസി പരിശോധിക്കുക, എങ്ങനെ പണം തന്നിരിക്കുന്നത്? ഈട് പോകും 4 തവണ. അപ്പോൾ അവരുടനെ 154 കോടി നിങ്ങൾക്ക് BJP ഫണ്ടിലേക്ക്, 213 കോടി BJP ഫണ്ടിലേക്ക്. അപ്പോൾ പിന്നെ കേസില്ല, അവർക്ക് അഴിമതിയില്ല. അഴിമതിയെ നിയമവൽക്കരിച്ച ഗവൺമെന്റാ നരേന്ദ്രമോദി ഗവൺമെന്റ്. എന്നിട്ട് പറയുന്നു ഞങ്ങൾ അഴിമതിക്കെതിരെ ഒരു അഴിമതിക്കാരും രക്ഷപ്പെടാൻ അനുവദിക്കില്ല. പറയാനുള്ള അർഹത നിങ്ങൾക്കില്ല. ഇതിനെല്ലാം ജനങ്ങൾ പകരം വിട്ടുമെന്നുള്ളതിൽ ഒരു തർക്കമുണ്ട് അവിടെ കാര്യമില്ല. നിങ്ങൾക്ക് ഭയമുണ്ട് ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ എന്തുണ്ടാവും എന്നുള്ളത്. BJP അല്ല മാഷെ, ഞാനൊരു ഇടപെടുകയാണ് മാഷെ. ഞാൻ അതിനിടയിൽ പ്രകാശ് മാഷോട് എല്ലാ ബഹുമാനവും വെച്ച് ഞാൻ ഒരു കാര്യം ഒന്ന് വ്യക്തമാക്കട്ടെ. മാഷെ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാദ്യമായിട്ടല്ല മാഷ് എൻ്റെ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഞാനൊരു ചർച്ചയിൽ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു വിമർശനമാണ് എൻ്റെ അതിഥികൾക്ക് സമയം അനുവദിക്കുന്ന കാര്യത്തിൽ വിവേചനം കാണിച്ചു എന്നത്. മാഷ് ആ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് കണക്കുകൾ വെച്ച് മാഷോട് ചില കാര്യങ്ങൾ ഉന്നയിക്കാൻ പറ്റും. 45 മിനിറ്റ് നമ്മൾ ഇതുവരെ ചർച്ച നടത്തിയതിൽ ഞാൻ ഇടവേള എടുത്ത സമയം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ തുടക്കത്തിൽ മാഷ് 9 മിനിറ്റ് സംസാരിച്ചു. മാഷ് ഇപ്പോൾ ഏതാണ്ട് ഒരു 5 മിനിറ്റിൽ കൂടുതൽ സംസാരിച്ചു. ഏതാണ്ട് 15 മിനിറ്റിൽ കൂടുതൽ മാഷിന് ഞാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. മാഷ് ദയവായി മാഷ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പുനഃപരിശോധിക്കണം. കാരണം ഏതെങ്കിലും ഒരാൾക്ക് സമയം നിഷേധിക്കുക അല്ലെങ്കിൽ അതിലേതെങ്കിലും ഒരു രാഷ്ട്രീയ താല്പര്യം കാണുക, വിവേചനത്തോടു കൂടി പെരുമാറുക എന്നത് മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ വ്യക്തിപരമായും 24 എന്ന ചാനലിന് അതിൻ്റെ പ്രൊഫഷണൽസിൻ്റെ ഭാഗമായി ഞങ്ങൾ അംഗീകരിക്കാത്ത കാര്യമാണ്. മാഷ് ദയവായി ആ കാര്യങ്ങൾ പുനഃപരിശോധിക്കണം. ഞാൻ ചെറിയൊരു ഇടവേളയിലേക്ക് പോകുന്ന ഇടവേളയ്ക്ക് ശേഷം ഞാൻ മറ്റതിഥികളിലേക്ക് തിരികെ വരും. വളരെ വേഗം.